പ്രമേഹ രോഗികൾക്ക് പഴം കഴിക്കാൻ പറ്റുമോ? പ്രമേഹ രോഗികൾക്ക് എത്രമാത്രം പഴം കഴിക്കാൻ പറ്റും? ഫ്രൂട്ട് തെറാപ്പി കൊണ്ട് അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് പ്രമേഹ രോഗത്തെ മാറ്റാൻ കഴിയുമോ? ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രമേഹ രോഗം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രോഗം ആണെന്ന് പറഞ്ഞുവല്ലോ. പ്രമേഹ രോഗം മാറ്റാനായിട്ട് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് പ്രമേഹം മാറ്റാം, ഒറ്റമൂലികൾ കഴിച്ചുകൊണ്ട് പ്രമേഹം മാറ്റാം. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ, ആശയങ്ങൾ ആളുകൾ പങ്കുവയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ആരുടെയെങ്കിലും പ്രമേഹം മാറിയിട്ടുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. ഈ പഴാഹാരത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റോൺ ഏജ് മുതൽ മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരിക്കൽ പോലും മുഖ്യ ഭക്ഷണം പഴം ആയിട്ടില്ല. ഒരിക്കൽ പോലും പ്രകൃതിയിൽ ഇത്രമാത്രം പഴങ്ങൾ ലഭ്യമായിരുന്നില്ല. പ്രകൃതിയിൽ ലഭിക്കുന്ന പഴങ്ങളാകട്ടെ തീരെ ചെറുതും മധുരം തീരെ കുറഞ്ഞ പഴങ്ങളുമായിരുന്നു. ഇന്നത്തെ പോലെ എത്രയേറെ പഴങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത്രയേറെ പഴങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല, ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല, പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരുന്നുമില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം പഴങ്ങളാണ് മുമ്പ് ആളുകൾ കഴിച്ചിരുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി പഴം എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കുക? പഴങ്ങളിൽ നമുക്ക് എല്ലാ ആഹാര സാധനങ്ങളും എനർജിക്ക് വേണ്ടി അത് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുന്നു. രണ്ട് തരത്തിലാണ് എനർജി നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ഗ്ലൂക്കോസിൽ നിന്ന് കിട്ടുന്ന എനർജി, മറ്റൊന്ന് ഫാറ്റിൽ നിന്ന്, കൊഴുപ്പിൽ നിന്ന് കിട്ടുന്ന എനർജി. പഴത്തിലാകട്ടെ പകുതി 50% ഗ്ലൂക്കോസും 50% ഫ്രക്ടോസുമാണ്. ഈ ഫ്രക്ടോസിൽ നിന്ന് കിട്ടുന്ന എനർജി വാസ്തവത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രമേഹ രോഗ ചികിത്സയിൽ പഴങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്താണത്? 50% ഗ്ലൂക്കോസ് ചെല്ലുമ്പോൾ ആ ഗ്ലൂക്കോസ് ദഹിക്കുകയും ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ ഊർജ്ജാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ ബാക്കി വരുന്ന 50% ഫ്രക്ടോസ് ലിവറിലേക്ക് പോവുകയും ലിവറിൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ലിവറിലുണ്ടാകുന്ന ഫാറ്റ് മാത്രമല്ല, ലിവറിൽ ഫാറ്റ് നിറയുമ്പോൾ മറ്റ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കുകയും പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ ഉൾപ്പെടെ ഫാറ്റ് അധികമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പ്രമേഹ രോഗം മൂർച്ഛിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. എന്നാൽ പലപ്പോഴും പ്രമേഹ രോഗികൾ പഴം മാത്രം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഞങ്ങൾ പ്രകൃതി ചികിത്സാലയത്തിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ആശുപത്രിയിലും അത് കണ്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അവർ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഫ്രൂട്ട്സിലേക്ക് മാറുമ്പോൾ അല്പ വ്യത്യാസങ്ങളുണ്ടാകുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യം കുറയുന്നത് കൊണ്ട് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട്, യോഗയും മറ്റും ചെയ്യുന്ന എക്സസൈസ് നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് പ്രമേഹത്തിൽ ഒരു കുറവ് കാണും. വാസ്തവത്തിൽ ഇത് പ്രമേഹം മാറുകയല്ല, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് ലഭ്യമാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറവ് മാത്രമാണ്. തുടർച്ചയായി ഈ തരത്തിലുള്ള ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ധാരാളം ആളുകൾ ഞങ്ങളോട് പരാതിപ്പെടുന്നുണ്ട്, പ്രകൃതി ചികിത്സയിൽ പോയി പ്രമേഹത്തിന് ചികിത്സ എടുത്തതിന് ശേഷം ഇപ്പോൾ ഞങ്ങളുടെ വെയിറ്റ് വല്ലാതെ കുറഞ്ഞു പോയി, മാംസപേശികൾ വല്ലാതെ ശോഷിച്ചു, ശാരീരിക ക്ഷമതകൾ എല്ലാം തന്നെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ പഴം മാത്രം കൊടുത്തുകൊണ്ട് പ്രമേഹത്തെ ചികിത്സിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയതിനാൽ വൻപിച്ച റിസൾട്ടുകളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. പ്രമേഹ രോഗികളുടെ മാംസപേശികൾ ദുർബലമാകുന്നില്ല, നഷ്ടപ്പെട്ട ശേഷികളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുന്നു. പ്രമേഹം വളരെ അത്ഭുതകരമായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി ഈ ഫ്രൂട്ട്സിനെ കുറിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ കിട്ടുന്ന ഫ്രൂട്ട്സിനെ കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ പല വനയാത്രയും നടത്തിയിട്ടുള്ള ആളാണ്. വനങ്ങളിൽ ചെന്നാൽ നിങ്ങൾ പലപ്പോഴും കാണാൻ കിട്ടുന്ന പഴങ്ങൾ തീരെ ചെറിയ പഴങ്ങൾ, മധുരമുള്ള ഒന്നോ ഒറ്റയോ പഴങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ബാക്കി പഴങ്ങളെല്ലാം തന്നെ ചെറിയ ചോർപ്പോട് കൂടിയ അല്ലെങ്കിൽ ചെറിയ മധുരം മാത്രമുള്ള പഴങ്ങളാണ്. എന്നാൽ ഇന്ന് കിട്ടുന്ന എല്ലാ പഴങ്ങളും ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള പഴങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയണം. അതിനധികം മധുരമാണ് എല്ലാ പഴങ്ങൾക്കും. ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഴവുമായി യാതൊരു ബന്ധവും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പഴങ്ങളോ നാം ഉണ്ടാക്കിയെടുക്കുന്ന പഴങ്ങൾക്കോ ഇല്ല എന്ന് തിരിച്ചറിയണം. എല്ലാ വിത്തിനങ്ങളും ജനറ്റിക്കലി മോഡിഫൈ ചെയ്തതിനാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങൾ അത്തരത്തിലുള്ളവയാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും പഴം കുറേ കാലത്തേക്ക് വർജിക്കുക തന്നെ ചെയ്യണം. പിന്നെ പഴത്തിന് വേണ്ടി എന്താണ് കഴിക്കുക? പഴത്തിൽ നമുക്ക് കിട്ടേണ്ട അത്യാവശ്യം വേണ്ട വൈറ്റമിനും മിനറൽസും വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് കിട്ടും. ധാരാളം സലാഡ്സ് കഴിക്കുന്നതിൽ നിന്ന് കിട്ടും.
കൂടാതെ നമുക്ക് കഴിക്കാവുന്ന ചില പഴങ്ങളുണ്ട്, പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന. ഒന്ന് അവക്കാഡോ. അതൊരു സൂപ്പർ ഫുഡെന്ന് അറിയപ്പെടുന്ന ഫ്രൂട്ടാണ് അവക്കാഡോ. ലോകമാകെ പ്രചരിച്ചിട്ടുള്ള ഏറ്റവും പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് ഈ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്. അതുപോലെ തന്നെ ബെറീസ്, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, അത് ഗൂസ്ബെറി, നെല്ലിക്ക കൊണ്ടുള്ള ചമ്മന്തി, ടോണിക് ചമ്മന്തിയോ നെല്ലിക്ക കൊണ്ടുള്ള ജ്യൂസോ ഒക്കെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സിയും മിനറൽസും ഒക്കെ കിട്ടാൻ വേണ്ടി ഫ്രൂട്ട്സ് കഴിക്കുന്നതിനോടൊപ്പം നല്ല ഫാറ്റ്, നാളികേരം, വെളിച്ചെണ്ണ, മുട്ട, അതുപോലെ തന്നെ മറ്റു കൊഴുപ്പുകൾ, ബീഫ്, ഫിഷ് ഇവയൊക്കെ കഴിച്ചുകൊണ്ട്, അതുപോലെ പാലുൽപ്പന്നങ്ങളായ ബട്ടർ, പനീർ ഇവയൊക്കെ കഴിച്ചുകൊണ്ട് പ്രമേഹത്തെ നല്ല നിലയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും തുടക്കത്തിലുള്ള പ്രമേഹക്കാർക്ക് പ്രമേഹം റിവേഴ്സ് ചെയ്യുന്നതിനും കഴിയും. അതുകൊണ്ട് പഴം മാത്രം കഴിക്കുന്ന ഫ്രൂട്ടേറിയൻ തെറാപ്പിയിൽ പോയി പ്രമേഹ രോഗത്തെ കുറയ്ക്കാമെന്ന് കരുതുന്നത് തെറ്റാണ്. അങ്ങനെ പോയി പ്രമേഹം കുറയാതെ ശരീരം ശോഷിച്ചിട്ടുള്ളവർക്ക് ഈ ഞാൻ പറഞ്ഞ പുതിയ രീതി അവലംബിച്ചാൽ തീർച്ചയായിട്ടും ചൈതന്യയിൽ ഞങ്ങൾ നൽകുന്ന ചില ദിവസത്തെ ട്രെയിനിങ് എടുത്താൽ തന്നെ ഈ പ്രമേഹ രോഗ ചികിത്സയിൽ വൻപിച്ച ഫലം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ: ഒന്ന്, പഴം മാത്രമായി ആഹാരം കഴിച്ചുകൊണ്ട് പ്രമേഹ രോഗം നിയന്ത്രിക്കാനായി ശ്രമിക്കുന്നത് അബദ്ധമാണ്. പ്രമേഹം മാറില്ല എന്ന് തന്നെയല്ല, താൽക്കാലികമായി ലഭിക്കുന്ന കുറവുകൾ പിന്നീട് പ്രമേഹത്തെ കൂടുതൽ വഷളാക്കുകയും ശരീരത്തിൻ്റെ പേശികളും അതുപോലെ ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമതയും ഇല്ലാതാവുകയും ചെയ്യും എന്നറിയുക. രണ്ടാമത്തെ കാര്യം, ഫ്രൂട്ട്സ് നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് മാത്രമായിരുന്നു മുമ്പ് കഴിച്ചിരുന്നത്. അത് വളരെ കുറച്ച് മാത്രമായിരുന്നു കഴിച്ചിരുന്നത് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, വൈറ്റമിനും മിനറൽസും കിട്ടാൻ വേണ്ടി ഫ്രൂട്ട്സ് ധാരാളമായി കഴിക്കേണ്ടതില്ല. അവ നമുക്ക് പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ലഭ്യമാവുകയും ചെയ്യും. നാലാമതായിട്ട്, നാം കഴിക്കേണ്ട പഴങ്ങൾ എന്നത് ഏറ്റവും നല്ല പഴമായ അവക്കാഡോ, ബ്ലൂബെറീസ്, ബ്ലാക്ക് ബെറീസ്, അതുപോലെ തന്നെ സ്ട്രോബെറീസ് തുടങ്ങിയ സാധനങ്ങൾ, ഗൂസ്ബെറി അതായത് നെല്ലിക്ക, ഇവയൊക്കെയാണ് നമുക്ക് ഫ്രൂട്ട്സായിട്ട് കഴിക്കാൻ നല്ലത് പ്രമേഹ രോഗികൾക്ക്. അല്ലാത്തവർക്ക് മറ്റു പഴങ്ങൾ കഴിക്കാം. പ്രമേഹ രോഗം മാറുന്ന മുറയ്ക്ക് നമുക്ക് മറ്റ് പഴങ്ങളിലേക്കൊക്കെ കുറഞ്ഞ അളവിൽ മടങ്ങിപ്പോവുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾ നൽകുന്ന നോട്ടിഫിക്കേഷൻ യഥാസമയം കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.